ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോസ് ചെയ്യൽ വളരെ റയറാണ് കേട്ടോ. കാരണം നമ്മുടെ ചാനലിൽ ഫുൾ വർക്കൗട്ട് വീഡിയോസും ഡാൻസ് വീഡിയോസും മാത്രമാണ്. അപ്പോൾ ഇടയ്ക്കാണ് ഇങ്ങനെ ഇരുന്നൊന്ന് വീഡിയോ എടുക്കുന്നത്. ഇതെടുക്കാൻ കാരണം കഴിഞ്ഞ വർക്കൗട്ട് വീഡിയോയിൽ ഞാൻ കുറച്ച് ലേഡീസിന് ടിപ്സ് തന്നായിരുന്നു. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കോമൻറ്റ് ബോക്സിൽ ഒരു ലേഡി കമൻറ്റ് ചെയ്തായിരുന്നു, എനിക്കിത് അറിയില്ലായിരുന്നു ആര്യ, അതുകൊണ്ടായിരിക്കാം അല്ലേ എനിക്ക് സാഗിങ് ബ്രസ്റ്റ് വന്നതെന്ന്. ഷുവറായിട്ടും. അപ്പോൾ കുറേ പേർക്കൊന്നും ഇപ്പോഴും ഇത് അറിയത്തില്ല, എസ്പെഷ്യലി പ്രസവം കഴിഞ്ഞ ലേഡീസിന് കേട്ടോ. പ്രസവം കഴിഞ്ഞ ലേഡീസിനും മാരീഡ് ആയിട്ടുള്ളവർക്കും ഇനി കോളേജിൽ പോകുന്ന ടീനായാലും എല്ലാവരും എപ്പോഴും ബ്രാ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വെൻ യു ആർ ഡാൻസിങ് അല്ലെങ്കിൽ വർക്കൗട്ടോ എന്തായിക്കോട്ടെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഡെമോ തരാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു റിഗാർഡിങ് സ്പോർട്സ് ബ്രാ, അത് കുറേ മുമ്പാണ്. മേ ബി അതുകൊണ്ടാകാം ഇപ്പോൾ ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് സ്പോർട്സ് ബ്രാ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കോളേജ് അല്ലെങ്കിൽ ഒരു 14+ ഗേൾസ് ഉണ്ടാവില്ലേ, അവർ യൂസ് ചെയ്യേണ്ടത് നോർമൽ ഇങ്ങനത്തെ ബ്രാ അല്ലേ. യൂഷ്വലി എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ്. 14+ എന്നില്ല, ഇത്തിരി ഓവർ സൈസ്ഡ് ആയിട്ട്. മേ ബി ഇപ്പോൾ ഒരുവിധം 8 വയസ്സാവുന്ന പിള്ളേർക്ക് തന്നെ നല്ല സൈസ് ഉണ്ട് അല്ലേ, നല്ല പോലെ വളർച്ചയുള്ള പിള്ളേരാണ്. അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സ്പോർട്സ് ബ്രാ. ഇത് നോർമൽ സ്പോർട്സ് ബ്രാ ആണ്. ഇതിലും നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും കേട്ടോ ചില സ്ഥലത്ത് മീഡിയം സപ്പോർട്ട് അല്ലെങ്കിൽ നോർമൽ സപ്പോർട്ട് എന്നൊക്കെ. അപ്പോൾ കല്യാണം കഴിയുന്നവരെ ഇങ്ങനത്തെ സ്പോർട്സ് ബ്രാ ഇട്ടാൽ മതി. ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ ഗേൾസ് ഓടാനും ചാടാനും ഒക്കെ പോവില്ലേ, അപ്പോൾ അങ്ങനെ പോകുന്നവരെല്ലാവരും ഇങ്ങനത്തെ കോമൺ സ്പോർട്സ് ബ്രാ. അതന്നെ പല ടൈപ്പ് ഉണ്ട്. ഇത് അതിൻ്റെ തന്നെ ഇത്രയും കൂടെ സപ്പോർട്ടുള്ള സ്പോർട്സ് ബ്രാ. ഇവിടെ എലാസ്റ്റിക് ഇത്രയും കൂടെ ടൈറ്റ് ആവും. പിന്നെ നല്ല പോലെ എന്താ പറയുക, ഇത്തിരി എഫേർട്ട് ഇട്ടാലേ ഇത് സ്ട്രെച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ബൂബ്സ് എല്ലാം നല്ല ടൈറ്റായിട്ട് നിൽക്കും. അതായിരിക്കും നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ അധികം ബൗൺസ് ചെയ്യാത്തത് കേട്ടോ. വെയിറ്റ്, ഞാൻ പറഞ്ഞത് മാറിപ്പോയോ? ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ സ്പോർട്സ് ബ്രാ ചൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സൈസ് താഴെ എടുക്കുക. അതായത് മീഡിയം വന്നിട്ട് സ്മോൾ അല്ലെങ്കിൽ ലാർജ് വന്നിട്ട് മീഡിയം, അതല്ല. കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ. അപ്പോൾ നമ്മളുടെ സൈസിനേലും കുറച്ച് കുറവ്, കാരണം ഇത് സ്ട്രെച്ചി ആയിരിക്കും. ഇനി നല്ല സ്ട്രെച്ചി ആവുമ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാവത്തില്ല. പകരം നല്ല പോലെ എഫേർട്ട് ഇട്ട് വലിക്കുമ്പോൾ സ്ട്രെച്ച് ആവുന്നതില്ലേ, അതായിരിക്കും എക്സ്ട്രാ സപ്പോർട്ട് കേട്ടോ. ഇതാണ് ഞാൻ കോളേജ് ടീൻസിനൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതന്നെ ഇപ്പം ഞാൻ 2 ടൈപ്പ് കാണിച്ചു. ഇനിയുള്ളത് ഇങ്ങനത്തെ ഹൈനെക്ക് കിട്ടും. ഇതും നല്ലതാണ്. ഹൈനെക്ക് ഇത് മാത്രം ടോപ്പായിട്ട് ഇടുന്നവരുണ്ട് കേട്ടോ. ജിമ്മിലും ഇങ്ങനെ പോകുമ്പോൾ ഇത് ആക്ച്വലി ഒരു ക്രോപ്പ് ടോപ്പ് ലുക്കാണ് തരുന്നത്. ഇതും സ്പോർട്സ് ബ്രാ പോലെയാണ്. ഇനി മാരേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബൂബ്സിന് നോർമലി ഭയങ്കര ഒരു സാഗിങ് ടെൻഡൻസി ഉണ്ടാവും. അത് വളരെ കോമൺ, എല്ലാ ലേഡീസിനും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് കാറ്റഗറി ആഫ്റ്റർ മാരേജ് എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ പ്ലീസ് ഗോ ഫോർ എൻ എക്സ്ട്രാ സപ്പോർട്ട് സ്പോർട്സ് ബ്രാ. ഞാനത് വീണ്ടും എടുത്ത് പറയാണ്. കാരണം നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു 99% ലേഡീസിനും അനുഭവം ഉള്ളതാണ് അല്ലേ, നല്ല പോലെ നമ്മുടെ ബൂബ്സ് വന്നിട്ട് സാഗ് ആവും. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഈ സാഗിങ് മൂവ്മെൻ്റ് ഉള്ള വർക്കൗട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ സാഗാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല സപ്പോർട്ടുള്ള സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാൻ പറയുന്നത്. അത് ആരോട് ചോദിച്ചാലും അതുതന്നെയായിരിക്കും ഒരു പോം വഴി. കാരണം അത് എനിക്ക് തോന്നുന്നു ക്രീം അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഒരു എഫക്റ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് എക്സ്ട്രാ സപ്പോർട്ട് സ്പോർട്സ് ബ്രാ. ഓക്കെ, ഞാനിതിനെക്കുറിച്ചൊരു വലിയ സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട് കേട്ടോ. പല സ്ഥലത്തും പോയി തപ്പിപ്പിടിച്ചിട്ടൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതാണ് എക്സ്ട്രാ സപ്പോർട്ട് സ്പോർട്സ് ബ്രാ. നല്ല സപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്രോസ് നെക്ക് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവും, അതുപോലെ ഈ സൈഡിൽ നിന്ന് ടു യുവർ റൈറ്റ് സൈഡ് പോവും, ബാക്കിൽ നിന്ന്. അപ്പോൾ നല്ലൊരു ബാലൻസിങ് ആയിട്ട് നിന്നോളൂ. നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ തീരെ ബൗൺസ് ചെയ്യത്തൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെയാണ്, നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കഴുത്തിൽ കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഹുക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ കയറ്റുന്നതാണ്. നോർമലി എല്ലായിടത്തും ഇങ്ങനത്തെയാണ് കിട്ടുന്നത്.
എക്സ്ട്രാ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ. ഇനി അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് വളരെ നല്ലതായി തോന്നിയിട്ടുള്ളതാണ് ജോക്കിയുടെ സ്പോർട്സ് ബ്ര. ദിസ് ഇസ് റിയലി റിയലി ഗുഡ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് നോർമൽ ബ്രാ പോലെ നമുക്ക് ഇങ്ങനെ ഹുക്ക് ചെയ്യാം. നമ്മുടെ സാധാ ബ്രാ പോലെ ഇങ്ങനെ ഹുക്കിംഗ് ആണിത്. ഓക്കെ, ഹുക്ക് ചെയ്യുക. പിന്നെ പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഫിക്സ് ചെയ്യുമ്പോൾ ഇത് ആ ക്രോസ് എഫക്റ്റ് കിട്ടും. കണ്ടോ, നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും സ്പോർട്സ് ബ്രാ ചൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ എക്സ്ട്രാ സപ്പോർട്ടുള്ളത് നോക്കുക. എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ വേറെ പ്രൊഡക്ട്സിന് ഇങ്ങനെ ക്രോസ് കട്ട് അല്ലാണ്ട് തന്നെ നല്ല സപ്പോർട്ടുള്ളതുണ്ട്. എലാസ്റ്റിക് നല്ല ടൈറ്റായിട്ടും ഇവിടെ നമുക്ക് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും. അതായത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ നമ്മുടെ ബ്രാനുള്ള പോലെ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുള്ളതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് ബ്രാ. ഇനി എനിക്ക് തോന്നുന്നു സ്പോർട്സ് ബ്രാ മാത്രമല്ല, ഗേൾസിന് കുറേ ഡ്രസ്സിൻ്റെ കൂടെ ഇടേണ്ട ബ്രാ എന്താണെന്നറിയില്ല. അപ്പോൾ അതും ഞാൻ ഇതോടുകൂടി തന്നെ ക്ലിയർ ചെയ്ത് തരാം. സ്ട്രാപ്ലെസ്, അതായത് നെക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് നെറ്റ് വരുന്ന ഡ്രസ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ തിൻ സ്ട്രാപ്പായിട്ടുള്ള നൂഡിൽ സ്ട്രാപ്പായിട്ടുള്ള ഡ്രസ്സസ് ഇടും ഗേൾസ് അല്ലേ. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യേണ്ടത് സ്ട്രാപ്ലെസ് ബ്ര. കണ്ടോ, ഇതിന് സ്ട്രാപ്പ് ഇല്ല, ഈ അപ്പർ സ്ട്രാപ്പ് ഇല്ല. പകരം ഇവിടെ ചെറിയ ഒരു ഗ്ലൂ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ സ്കിന്നിലേക്ക് ഇത് നല്ലപോലെ ടൈറ്റായിട്ട് നിന്നോളും. ഒരു ഗ്ലൂ എഫക്റ്റ് ആണ് കേട്ടോ, അത് ഇടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഇത് ഇവിടെ നിന്ന് അധികം മൂവ് ചെയ്യത്തില്ല. ഇതാണ് വൺ ടൈപ്പ് ഓഫ് സ്ട്രാപ്ലെസ് ബ്ര. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. എന്താ സംഭവം എന്നറിയോ, ഷീനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ സംഭവം. അയ്യോ, കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനത്തെ സ്ട്രാപ്സ് മേടിക്കാൻ പറ്റും, വളരെ തിൻ സ്ട്രാപ്പ്. ഇത് ട്രാൻസ്പാരൻ്റാണ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഇത് വയ്ക്കുമ്പോൾ അധികം അറിയത്തില്ല, കണ്ടോ. അപ്പോൾ നമ്മളുടെ ബ്രാ ഹുക്കില്ലേ, ലൈക്ക് ഇപ്പോൾ ഒരു നോർമൽ ബ്രാ, ഇപ്പോൾ സാധാ ബ്രാ ആണെങ്കിൽ അതിൻ്റെ സ്ട്രാപ്പ് ഇവിടെ നിന്ന് നമുക്ക് ചിലത് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും, കാരണം അതിലേക്കാണല്ലോ ആ സ്ട്രാപ്പ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. സി, എന്നിട്ട് ബാക്കിലും യു ക്യാൻ ഫിക്സ് ഇറ്റ്. സി, ഇതാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് പോകുന്നു, ലൈക്ക് സ്ട്രാപ്ലെസ് അല്ല, അപ്പോൾ ഒരു ബാലൻസ് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല, ലൈക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. ഇത് ഹൈലി റെക്കമെൻഡ്. ഞാൻ ഈ സ്ട്രാപ്പ് വന്നിട്ട് ഷീനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, മറക്കണ്ട. ഷീനിലുണ്ട്. പിന്നെ എനിക്ക് ഇത്രയും തിന്നായിട്ടുള്ള സ്ട്രാപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇത്ര വിട്ടുള്ളതാണ് വരുന്നത്. അത് ഈസിലി വിസിബിൾ ആണ്. ഇനി വേറൊരു മോഡലുള്ളത് പാഡ്, ജസ്റ്റ് പാഡ്. ഇത് ഗ്ലൂ ആണ്, സ്റ്റിക്കി ഗ്ലൂ. ഓക്കെ, അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അവിടെ ഇരുന്നോളും. എന്നിട്ട് ക്ലീവേജ് ഷോ കാണിക്കുന്നവരുണ്ട് പലരും, ഇപ്പോൾ കാലം മാറിയല്ലോ. അപ്പോൾ അതിനാണെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ക്ലിപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്തിരിയും കൂടെ ടൈറ്റിൽ നിൽക്കും. ക്ലീവേജ് ഷോ എന്ന് മാത്രമല്ല കേട്ടോ, ഇത് ഇത്തിരി ടൈറ്റായിട്ട് നിൽക്കും. പിന്നെ വേണമെങ്കിൽ ഇതിലും ഒരു എന്താ പറയുക, ഇതിലും അത് അവൈലബിൾ ആണ്. എനിക്ക് വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഇതുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിലും ഒരെണ്ണമുണ്ട്, ഇവിടെ കണക്ട് ചെയ്യാം. സി, അപ്പം നമ്മുടെ നെക്കിൽ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് വന്ന് നിന്നോളും. അപ്പോൾ ഇതും ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇത് ഞാൻ ഷീനിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇതെല്ലായിടത്തും കിട്ടും. എനിക്ക് തോന്നുന്നു മാക്സ്, സ്പ്ലാഷ് അവിടെ എല്ലാം ഉണ്ടാവും. ഞാനിത് ആദ്യം മേടിച്ചത് എവിടെ നിന്നാണെന്നറിയോ, എവിടെ നിന്നായിരുന്നു? ഓ സോറി, എനിക്കിപ്പോൾ ഭയങ്കര മറവിയാണ്, ഓർമ്മ വരുന്നില്ല. ഞാൻ മറന്നുപോയി. ഞാൻ ഓർമ്മ തരുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് ആദ്യം മേടിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാ കളക്ഷൻ. പലർക്കും ഇത് ഇൻഫോർമേറ്റീവായി തോന്നുന്നു, വിചാരിക്കുന്നു. കാരണം കുറേ പേർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ എം നോട്ട് അഷെയിംഡ്. കാരണം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, അതാണ് പോയിൻറ്റ്.
അപ്പോൾ ഇനി ഒരു ഡാൻസ് വീഡിയോ അല്ലെങ്കിൽ വർക്കൗട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരാം. എനിക്ക് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അനങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.